ഇപ്പൊ നമ്മൾ ആദ്യം അമ്മ അല്ലെങ്കിൽ മകനോട്, മകൻ അമ്മയോട് തോന്നുന്നത് ഇതിനെ പറ്റി പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇപ്പൊ ഒരു സിനിമ അതിനെ പറ്റിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഇൻസെസ്റ്റിനെ പറ്റിയിട്ട്. അതായത് സ്വന്തം രക്തത്തിലോ അല്ലെങ്കിൽ കസിൻസോ അങ്ങനെ ആയിട്ടുള്ള ബന്ധങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും അത് കൂടി വരുന്നു. അത് ഭയങ്കരമായിട്ട് വിവാദമായിരുന്നു. ആ ഒരു സിനിമ അത് കാണിച്ചത് ഭയങ്കര തെറ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിവാദമായിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റി എന്താണ്? തീർച്ചയായിട്ടും അങ്ങനെ റിലേഷനിൽ പെട്ട, അതായത് കസിൻസ് തമ്മിലുള്ള റിലേഷനും കാര്യങ്ങളുമായിട്ട് അത് കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. കല്യാണം കഴിച്ചാൽ തന്നെ ഇപ്പം ഞാനൊരു നേഴ്സായതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയാം. എങ്ങനെയായാലും അവർക്കുണ്ടാകുന്ന പിള്ളേർക്ക് ഒരു അംഗവൈകല്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണോ? പിന്നെ തീർച്ചയായിട്ടും. പിന്നെ തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് മാമൻ. പക്ഷെ അവർക്കൊക്കെ നമ്മൾ അതിന്റെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയാൽ അറിയാം എത്ര പിള്ളേരുണ്ടാവും അതിനകത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് വരുന്നത് ഉണ്ടാവും. അത് ശാരീരികമായിട്ടാണോ മാനസികമായിട്ടായിരിക്കും? മാനസികമായിട്ടുള്ളതുണ്ടാവും, ശാരീരികമായിട്ടും. നമ്മുടെ കേരളത്തിൽ നോക്കുമ്പോൾ ഒരു ഇടയ്ക്കും അങ്ങനെ ഉണ്ടായിരുന്നു, അതായത് സ്വത്ത് വേറൊരു ഇതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ. അപ്പച്ചിയുടെ അമ്മാവന്റെ മകളെ ഉണ്ടാക്കും. പക്ഷെ അത് എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫക്റ്റ് ഉണ്ടാവും. നമ്മള് ഈ പണ്ടുള്ള ആൾക്കാർ പക്ഷെ ഈ ഡിഫക്റ്റ് ഉണ്ടാവുന്നില്ലേ? അതുണ്ടാവും. ചില ആൾക്കാര് എന്താ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ തന്നെ അബോർഷൻ ചെയ്ത് ഗുളികകളൊക്കെ. ഇത് അതുകൊണ്ടാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. പണ്ടുള്ള ആൾക്കാർ പറയുമല്ലോ, ചില വീടുകളിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ അവർ അംഗീകരിക്കുകയുള്ളൂ. ചിലർ പറയാറുണ്ടല്ലോ, അയ്യോ അത് വേണ്ട, കൂട്ടത്തിലുള്ള ആൾക്കാരെ കല്യാണം കഴിക്കണ്ട, അത് പിന്നീട് ഉണ്ടാകുന്ന മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ അംഗവൈകല്യങ്ങൾ ഉണ്ടാവും. മനസ്സിലായി? പണ്ടുള്ള ആൾക്കാർ അത് സംസാരിക്കാറുണ്ട്. അത് സത്യമായിട്ടുള്ള. അതുകൊണ്ടായിരിക്കും ഇവരിപ്പോ സ്നേഹിച്ച് വിവാഹം കഴിക്കണമെന്ന് തീരുമാനിച്ചാലും സ്വന്തം കുടുംബാംഗങ്ങളെ സമ്മതിക്കാത്തത്. അതെ അതെ, തീർച്ചയായിട്ടും. ഇത് ശരിക്കും ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, അത് പറയും. ഇപ്പൊ വീട്ടിലൊരു അമ്മച്ചിയുണ്ട്, ഇപ്പൊ അച്ഛൻ്റെ അമ്മയോ അല്ലെ അച്ഛൻ്റെ അമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും, ഓ അത് എങ്ങനെയാ ശരിയാവുന്നേ, അത് ശരിയാവത്തില്ലല്ലോ. അതിന് ചിലപ്പോൾ ചില പഴഞ്ചൊല്ലുകൾ വെച്ചിട്ട് ഇവർ സംസാരിച്ച് അതിനെ പറയും, അത് ശരിയാവുന്ന രീതിയല്ല എന്ന് പറഞ്ഞ് ഒതുക്കാറുണ്ട്. പിന്നെ നമ്മളെപ്പോഴും സെക്ഷുവലായിട്ട് വരുത്തുമ്പോൾ സെക്ഷൽ ഹെൽത്ത് നമ്മൾ എന്തായാലും എപ്പോഴും നോക്കണമല്ലോ, അല്ലേ? അതിന്റെ ഒരു രീതി എങ്ങനെ ശരിക്കും പറഞ്ഞു? അതായത് ചോദിക്കുന്നത് വൃത്തി. അതെ അതെ അതെ, വൃത്തി മസ്റ്റാണ്. പ്രൈവറ്റ് ഏരിയ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ട് നടക്കണം, അല്ലെ ഇൻഫെക്ഷൻ ഉണ്ടാകും, സ്മെല്ല് ഭയങ്കരമായിരിക്കും. ഈവൻ നമ്മൾ കഷമാണെങ്കിൽ പോലും താഴെ ആണെങ്കിൽ പോലും ഇരിക്കുന്ന ഹെയർ എല്ലാം റിമൂവ് ചെയ്ത്. ചില ആൾക്കാരുണ്ട് രാവിലെ ഇപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ അത് കഴുകുന്നത് വൈകിട്ട് വന്നായിരിക്കും. ചിലപ്പോൾ അവർ അങ്ങനെ തന്നെ ആ ഡ്രസ്സിൽ തന്നെ കിടന്നുറങ്ങുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ചില ആൾക്കാർ ഉണ്ട്. അല്ല, ഒരേപോലെ ചെയ്യേണ്ട കാര്യമല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു പെണ്ണ് വന്ന് നമുക്ക് ഇത് എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വൃത്തിയില്ലെങ്കിൽ അവള് വന്ന് നിൽക്കുമ്പോൾ തന്നെ അവള് ബോധം കെട്ട് വീഴും. നിങ്ങൾക്ക് തന്നെ തോന്നാറില്ലേ? നിങ്ങൾ 2 പ്രാവശ്യം മൂത്രം ഒഴിച്ചിട്ട് 3ാമത്തെ പ്രാവശ്യം നിങ്ങൾ മൂത്രം ഒഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയ സ്മെല്ലുണ്ടാവും. അതുപോലെ തന്നെയാണ് പെണ്ണുങ്ങൾക്കും.